നിലവിലത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം ഈ കുട്ടികളുടെ മൂവ്മെന്റ് വിവിധ ബസ്സുകളിലെല്ലാം കയറിയിട്ടാണ് ഈ പറഞ്ഞ കരുവേരക്കുണ്ടിൽ നിന്ന് വണ്ടൂർ വരേക്ക് എത്തിയതെന്നുള്ള പറയുന്നത്. അപ്പോൾ അതിന്റെ എല്ലാം CCTV വിഷ്വൽസ് അടക്കം ഇന്നിപ്പോൾ എന്റെ ടീം DYSP പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്, ഡാൻസ് ഓഫ് അംഗങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അവര് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പേഴ്സൺ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി അവന്റെ മൊബൈൽ ഫോൺ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. CDR കളക്ട് ചെയ്ത് അത് പ്രകാരമുള്ള അന്വേഷണവും ആ സമയത്ത് അവർ വിളിച്ചിരുന്നതും അവനെ വിളിച്ചിരുന്നതായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ മൊമെന്റ് വരേക്കും നമുക്ക് മറ്റൊരു ഇന്റർവെൻഷൻ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും വിശദമായിട്ട് തന്നെ പരിശോധിക്കും. ഇപ്പൊ നിലവിൽ മനസ്സിലായിരിക്കുന്നത് വെച്ചിട്ട് അയാളുടെ ഫോണിൽ നിന്ന് തന്നെയാണ് ഈ പെൺകുട്ടി അമ്മയെ തലേ ദിവസം വിളിച്ചതായിട്ട് അറിയിക്കുന്നത്. പ്രണയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസ്വാരസ്യമാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത്. പക്ഷെ എന്നിരിക്കലും മോട്ടീവ് എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട്. പിന്നെ നമ്മളുടെയും പരിമിതികൾ, കുട്ടിയായതുകൊണ്ട് തന്നെയുള്ള ക്വസ്റ്റ്യനിങ്ങിന്റെ പരിമിതികളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് അതിനകത്തേക്ക്. ഈ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോട്ടീവ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രാഥമികമായിട്ട് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് മനസ്സിലാവുന്നത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നേ ഉള്ളൂ. എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മെഡിക്കൽ പരിശോധനയിൽ നിലവിൽ അങ്ങനെ വെളിവായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും ആ ആംഗിളും കൂടി നമ്മൾ പരിശോധിക്കും. അതെ, ആ ഒരു രീതിയിൽ മറ്റൊരു അഫയറിന്റെ കാര്യം എന്നൊക്കെ ഉള്ളതാണ് ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ നമ്മളോടിപ്പോൾ പറയുന്നത്. പക്ഷെ അത് തീർച്ചയായിട്ടും ഇനി ടു കൊറോബറേറ്റ് അതിനകത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വലിയ രീതിയിൽ തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ പറയുന്ന മോട്ടീവും ഇതും ശരിയാണോ എന്നുള്ളത്. പോലീസിലൊരു പരാതി വന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടുപേരും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടുകാർക്ക് അത് അറിയാമായിരുന്നു എന്നുള്ള ഇൻഫർമേഷനും അറിയുന്നുണ്ട്. അപ്പോൾ എന്റെ ടീം ഇവരുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ്സ് ഇന്നലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ടായിരുന്നു. ജസ്റ്റ് 24 hours അവരെ ഷോക്കിൽ നിന്ന് കുട്ടിയുടെ പേരൻസിനെയൊക്കെ നമുക്ക് സമാധാനമായിട്ട് അവരോട് റിക്കളക്ട് ചെയ്യിപ്പിക്കുന്ന ലെവലിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ എത്തിക്കുന്നേ ഉള്ളൂ. ഇന്ന് അതിന്റെ പ്രൊസീജിയറിലേക്ക് കടക്കും. ബേസിക് പ്രൊസീജിയേഴ്സ് എല്ലാം ഇന്ന് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി കഴിയും. അതിനുശേഷം ഞങ്ങൾ ഡെപ്തിൽ നോക്കും. ഏതെങ്കിലും രീതിയിലുള്ളൊരു മറ്റൊരു സംഭവം ഉണ്ടെങ്കിൽ